ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? പ്രവാചകൻ പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാ. ആയിഷ ബീബി ഉടനെ ചോദിച്ചു, എനിക്കും കിട്ടുമെന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാ. ഉടനെ ചോദിച്ചു, നബിയെ, എനിക്ക് എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും ഇഷ്ടം, എനിക്കും കിട്ടൂല. ആ ചെറുപ്പക്കാരൻ അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം, വാപ്പായും ഉമ്മായും സ്നേഹിച്ചാൽ മാത്രം പോരാ, ആ ചെറുപ്പക്കാരന് 3 നല്ല ഗുണമുണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ ചെറുപ്പക്കാരനൊരു നല്ല 3 ഗുണം ഉണ്ടായിരുന്നു. ഈ കൈപൊക്കിയിലെ വാപ്പായോ ഉമ്മായോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൈപൊക്കിയെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന 3 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്കും ഈ പ്രതിഫലം നൽകും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ കൈപൊക്കി എല്ലാവരും കേട്ടോ ഈ 3 ചോദ്യം. ഈ ചോദിക്കുന്ന 3 നല്ല ഗുണം നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണം എന്താണ് നബിയേ? ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാനും നിങ്ങളും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കാത്ത ഒരു മകനുമില്ല. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഈ പ്രായത്തിലും എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും ആഗ്രഹമുണ്ട്, നമ്മുടെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരുരുള ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ. എന്റെ പ്രിയമുള്ളവരെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 1ാമത്തെ ഗുണം എന്തെന്നറിയുമോ? ഈ സദസ്സിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചിരിക്കുന്ന മുഖത്തോടെ കയ്യെത്തിയ മക്കളോടാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തില് ഇന്നുവരെ തിരിച്ച് നിങ്ങളുടെ ഉമ്മായിക്കോ വാപ്പായിക്കോ നിങ്ങളുടെ കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മാതാവിനോ പിതാവിനോ ഇന്നത്തെ ഈ രാത്രി വരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളുടെ ഉമ്മായിക്കോ വാപ്പായിക്കോ ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈവക്കിക്ക്. എൻ്റെ നേരത്തെ വക്കിയ കൈയൊക്കെ എവിടെ പോയി? സ്വന്തം ചിന്തിക്ക് കളിയാക്കിയതല്ല, ഞാൻ നിങ്ങളാരെയും കളിയാക്കിയതല്ല. അല്ലാഹുവേ, പടച്ചവൻ, എത്ര കൊല്ലമായോ അപ്പാ നിന്റെ ഉമ്മായിക്ക് ഒരുരുള ഭക്ഷണം നിന്റെ കൈ കൊണ്ട് വാരിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എവിടെ സമയം? ആ കിളവിക്ക് ഭക്ഷണം വാരിക്കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടാരാ? എന്റെ പ്രിയമുള്ളവരെ, വാരിക്കൊടുക്കണം ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മയ്ക്കാണ് നീ ഭക്ഷണം വാരിക്കൊടുക്കേണ്ടത്, നിന്റെ വാപ്പയ്ക്കാണ് ഭക്ഷണം വാരിക്കൊടുക്കേണ്ടത്. ഇന്ന് സമയമില്ലല്ലോ, ആ പ്രായം ചെന്നവരെ തിരിഞ്ഞു നോക്കാൻ സമയമില്ലല്ലോ. അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവേ, ഉസ്താദേ, കണ്ണിന് കാഴ്ചയില്ല ഉസ്താദ്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകുന്നു ഉസ്താദ്. ഒരു മരുന്നും കഴിക്കണ്ട, ഒരു കണ്ണാടിയും വെക്കണ്ട, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കണോ? ഉമ്മാടെ മുഖത്ത് നോക്കിയാ പെറ്റതള്ളയുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് നിന്നെ പ്രസവിച്ച് നിനക്ക് പാല് തന്നു പൂട്ടി വളർത്തിയ നിന്റെ ഉമ്മയുണ്ടല്ലോ, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. അല്ലാഹുവേ, നിന്നെ ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും അല്ലാഹുവേ, തളർന്നു കിടക്കുകയാണെങ്കിലും ഞാനും നിങ്ങളും കരഞ്ഞപ്പോ ഓടി വന്ന് നമുക്ക് പാല് തന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മാന്റെ മുഖത്ത് നോക്കടാ മോനെ, കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കുമെന്നാൽ ആ
ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്. പെറ്റ തള്ളയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്. ആ ഉമ്മയുടെ 2 കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ ഇടയിൽ ചുംബിക്കുമോനെ. നിനക്കതിനാഗ്രഹമില്ലെങ്കിലും അമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമാ. അതുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സ്വർഗത്തിലെ ഭക്ഷണം വേണോ എന്ന് വാട് കിടന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട്, അല്ലെങ്കിൽ നാളെ പടച്ചവനെ ഭക്ഷണവുമായിട്ട് രോഗം പിടിച്ച് വീടിന്റെ അകത്ത് തളർന്നു കിടക്കുന്ന മാതാപിതാക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മയുടെ കാലിൽ പിടിച്ചിട്ട് കരയണം, ഉമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണോ. നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കാലിൽ പിടിച്ചിട്ട് കരയണമുമ്മ, എനിക്കൊരാഗ്രഹമുണ്ടുമ്മ, എനിക്കൊരു മോഹമുണ്ടുമ്മ, എന്റെ ഉമ്മ പറ്റില്ല എന്ന് പറയല്ലേ. ഉമ്മ ഒരുപാട് ഭക്ഷണം എനിക്ക് വാരിത്തന്നതല്ലേ, ഉമ്മ പട്ടിണി കിടന്നിട്ട് പാല് തന്നല്ലേ എന്നെ ഇങ്ങനെ വളർത്തിയത്. എന്റെ ഈ ശരീരം എന്റെ ഉമ്മയുടെ ആരോഗ്യമാണ്. അതുകൊണ്ടുമ്മ, ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എന്റെ കൈകൊണ്ട് എന്റെ ഉമ്മാട് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ഭക്ഷണം വാരി തരണമമ്മ, എനിക്കൊരവസരം തരുവോ ഉമ്മ. കരയും ചെറുപ്പക്കാരാ, എന്റെ ഉമ്മയുടെ കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകുമ്പോഴേ എന്റെ പൊന്നുമോൻ എന്നെ മറന്നുപോയില്ലല്ലോ, എന്റെ പൊന്നുമോൻ എന്നെ മറന്നുപോയില്ലല്ലോ. നിന്റെ ഉമ്മാന് ഭക്ഷണം വാരിക്കൊടുക്ക് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാര്, പെറ്റ തള്ളയെ മറന്നിട്ട് ഒരിക്കൽ നിന്നാകില്ല കൊണ്ട് ഒരിക്കലും നിനക്ക് അല്ലാഹു നല്ല ജീവിതം തരൂല. അതുകൊണ്ട് നീ ഒരിക്കലും മറന്നു പോകരുത്. നിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാ, നിനക്കൊരുപാട് ദുആ ചെയ്ത് നിനക്കൊരു ജീവിതം വാങ്ങിത്തന്നത് നിന്റെ മുന്നയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും തന്റെ പ്രിയപ്പെട്ട മാതാവിന് ഭക്ഷണം വാരിക്കൊടുക്കാൻ കഴിയണം. നമ്മുടെ വാപ്പയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കാൻ കഴിയണം. ഇത് പറയുമ്പോ പല ഉപ്പമാരും ഇരുന്ന് കരയുന്നുണ്ട്, പല പെണ്ണന്മാരും ഇരുന്ന് കരയുന്നുണ്ട്. ഉസ്താദേ, വാരിക്കൊടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ഉസ്താദേ. പക്ഷേ അവര് 2 പേരും കബറിന്റെ അകത്താ. നിനക്കങ്ങനെ തോന്നിയില്ലേ വാപ്പാ? നിനക്കങ്ങനെയെങ്കിലും ഒന്ന് തോന്നിയല്ലോ. ആ തോന്നലും അത് നിനക്ക് രക്ഷപ്പെടാറ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കാന യുതൈമുഹാ ബിയദിഹി, സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന മകനായിരുന്നു ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.